ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ, ഒരു ഫുൾ ഡേ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഞാൻ ഇതായി ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ ഒരു 8:30 മണിയൊക്കെ ആയപ്പോൾ കേട്ടോ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. പുലർച്ചെ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു വൈബ് തന്നെ ഉണ്ട് കേട്ടോ. മഴക്കാലത്ത് നല്ലൊരു സുഖം തന്നെയാണല്ലോ ഇങ്ങനെ മഴ കണ്ടിരിക്കാനും. മഴയത്ത് നല്ല മഴ പെയ്യുമ്പോൾ നല്ല കോഫിയൊക്കെ കുടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് നേരം കൊലായിൽ വന്നിരുന്ന് ഞാൻ തോനെ വ്ളോഗിലും പറയാറുണ്ട്, ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് ടൈം കൊലായിൽ ഇങ്ങനെ വന്നിരിക്കുമെന്ന്. അങ്ങനെ പതിവ് പോലെ തന്നെ ഞാൻ ഇന്ന് കുറച്ച് ടൈം കൊലായിൽ വന്നിരുന്ന്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കോടയൊക്കെ കാണാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് മഴ ഒന്ന് മാറി നിന്നപ്പം ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി. മുറ്റത്തിറങ്ങാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ വീഡിയോ എടുക്കുന്നതിനോണ്ട് തന്നെ ഒന്ന് ഇറങ്ങിയതാണ്. മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി. പിന്നെ അവിടുന്ന് തോന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നുമില്ല, എൻ്റെ വീട്ടിൽ അങ്ങനെ ചെടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോയി. ഉമ്മ വന്നപ്പോഴേക്ക് ചായ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായ കുടിച്ച്. മക്കളൊക്കെ ഇപ്പോഴും നല്ല ഉറക്കനാണ്. മഴ ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുക. അപ്പം ഞാൻ വേഗം തന്നെ ചായ കുടിച്ച്. എഴുന്നേറ്റതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ ലേറ്റ് ആവാൻ നിന്നില്ല, വേഗം തന്നെ ചായ കുടിക്കുകയൊക്കെ ചെയ്ത്. പുറത്ത് നല്ല മഴ, പിന്നെ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ രണ്ടാളും എഴുന്നേറ്റ് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് ചായ ഒക്കെ കൊടുത്ത്. പിന്നെ ഇന്ന് റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. മോളതിൻ്റെ ഇടയ്ക്ക് ട്രൈപോഡ് പിടിച്ച് വലിക്കുന്നുണ്ട്, അതാണ് ക്യാമറ ഇങ്ങനെ ഇളകി കളിക്കുന്നത്. പിന്നെ ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ച് വാരി തുടയ്ക്കുകയൊക്കെ ചെയ്ത്. പിന്നെ അതൊക്കെ വേഗം കഴിയും. അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന പണിയായതുകൊണ്ട് തന്നെ വേഗം തന്നെ അതൊക്കെ കഴിയും. ബെഡ്ഷീറ്റും പൊതുപ്പൊക്കെ എത്ര നല്ലോണം വിരിച്ച് വെച്ചാലും അത് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ബബ്ലു ചാടി കളിച്ച് ഞാനതൊക്കെ അലങ്കോലാക്കിയിടും. പിന്നെ എന്നും ഇങ്ങനെ വിരിച്ച് വെക്കുകയെന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾക്ക് അത് പഴയ പോലെ തന്നെ ആവും. ഇത് ബബ്ലുവിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ആക്കിയതാണ്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു ഫ്രെയിം. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഈ ഒരു ടീപ്പോയിമിൽ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മടക്കി വെക്കാണ്ടായിരുന്നു മക്കളത്, അതൊക്കെ മടക്കി വെക്കുകയാണ്. മോൻ്റെതും മോളതും കുറേ ഉണ്ടാവും, എത്ര മടക്കി വെച്ചാലും പിന്നെയും ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെ കുറച്ചെടുത്ത് മടക്കി വെക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി വെക്കുന്നുണ്ട്. ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ഉമ്മ അതിൻ്റെ പണിയൊക്കെ അടുക്കളയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉമ്മൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പുറത്ത് ഇപ്പോഴും നല്ല മഴ തന്നെയാണ് കേട്ടോ. ബിരിയാണിൻ്റെ പണിമ്മ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ വീഡിയോ എടുത്തിരുന്നു. അങ്ങനെ ഉമ്മ തക്കാളി, ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇവിടെ ഒന്നായിട്ട് പേസ്റ്റ് ആക്കി വെക്കുകയും കട്ടാക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബീഫിൽ മസാല പിടിപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുത്തിരുന്നു. അപ്പം ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിപ്പോൾ ഇൻക്ലൂഡ് ആക്കുന്നില്ല, ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലും ഞാൻ പറയുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയിൽ ഇൻക്ലൂഡ് ആക്കിയൊരു ബിരിയാണിയാണ്. അപ്പം ഞാനിതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ അടുക്കാണ് കുരുമുളക് പൊടിച്ചതില്ലായിരുന്നു, അങ്ങനെ ഉമ്മ വറുത്ത് തന്ന് അങ്ങനെ അത് വേഗം പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. ഉമ്മ ദമ്മയാണ്, ഉമ്മനാണ് കേട്ടോ ബിരിയാണിയൊക്കെ വെച്ചത്. പിന്നെ അത് കഴിഞ്ഞാൽ ചിക്കൻ പൊരിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പണിയാണ്. അതുകൊണ്ട് ചിക്കൻ ഞാൻ പൊരിച്ചു. പിന്നെ വേറെ പണിയൊന്നും എനിക്ക് മെയിനായിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു ഇതൊക്കെ ഉമ്മ കഴിച്ച് വെച്ചിരുന്നു. പിന്നെ എനിക്ക് റൂം ക്ലീൻ ആക്കാൻ, അടിച്ച് വാരാൻ, തുടയ്ക്കണം, അതൊക്കെ എൻ്റെ സ്ഥിരമായിട്ടുള്ള പണി തന്നെയാണ് എനിക്കെന്നും ഉണ്ടാവാറ്. ബിരിയാണിയിലേക്കുള്ള തൈരും സാലഡൊക്കെ റെഡിയാക്കി വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് ബബ്ലുവിൻ്റെ ബൈക്ക് കുറേ കാലമായിട്ട് ഇങ്ങനെ നിർത്തി വെച്ചതായിരുന്നു, കേടായിട്ട്. കുറേ ആയിട്ട് ഇങ്ങനെ നിർത്തി വെച്ചതിനോണ്ട് തന്നെ നന്നായിട്ട് പൊടിയൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ അവൻ തന്നെ നനച്ച് തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബബ്ലുവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പേ 2-3 വ്ളോഗ് പറഞ്ഞിരുന്നു, ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് റിബോൺ ആർട്ട് എന്നാണ്. കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഫ്രെയിം, ഹാമ്പർ അങ്ങനത്തെ ഒക്കെ ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് മെയിനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോവാനായിട്ട് റെഡി ആയപ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ റെഡിയായി നിന്നപ്പോഴേക്കും നല്ല മഴ പെയ്തു. അങ്ങനെ ആ ഒരു മഴ 3/4 മണിക്കൂറോളം അങ്ങനെ പെയ്തുകൊണ്ടിരുന്നു കേട്ടോ.
അങ്ങനെ കുറച്ചധികം ടൈം ഞാൻ അവിടെ തന്നെ ഇരിക്കേണ്ടി വന്ന്. പിന്നെ മഴയൊക്കെ പോയാലാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് കൊടുവള്ളി വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിനിറങ്ങിയപ്പോഴാണ് മഴ പെയ്തത്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നാരം നല്ല ലേറ്റായിട്ടാണ് വന്നത്. അപ്പം ഞാൻ കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്താ സ്നാക്സ് ഉണ്ടാക്കാമെന്നിങ്ങനെ വിചാരിച്ചു. അപ്പം ബ്രെഡ് വാട്ടാമെന്ന് വിചാരിച്ച്. തോനെ ദിവസം ഞങ്ങൾ ബ്രെഡ് തന്നെ വാട്ടുക. ഇതെല്ലാവർക്കും ഇഷ്ടമാണാനും പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുകയും ചെയ്യുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ബബലൂന് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് ഈ ഒരു ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, ഒരു സ്നാക്സ്. അപ്പോൾ അത് ഞാനൊന്ന് ബോട്ടിലേക്ക് ആക്കി വെക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ ചിലപ്പം തണുത്ത് പോകും, അതുകൊണ്ട് അത് ബോട്ടിലാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബബലു ഇങ്ങനെ പറയുന്നുണ്ട് അത് ഫുള്ള് മമ്മി എടുത്തോ എന്നൊക്കെ. അവൻ്റെ വിചാരം ഞാൻ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക എന്നൊക്കെയാണ്. പിന്നെ കുറച്ച് കടല പൊടിച്ച് വെച്ചിരുന്നു, അതും എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പൊടിച്ച് വെച്ചാണ്. ബ്രെഡ് വാട്ടിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു എഗ്ഗാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം കൂടിപ്പോയാലും നല്ല ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടിപ്പോകരുത്. പിന്നെ ഒന്നുകിൽ ഏലക്കായ് പൊടിച്ചതെടുക്കുക, അല്ലെങ്കിൽ വാനില എസൻസ്. ഞാൻ കൂടുതൽ വാനില എസൻസാണ് എടുക്കാറുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ വാനില എസൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര എഗ്ഗും നന്നായിട്ട് മിക്സായി വരണം. എന്നിട്ട് അതിന് ശേഷം മാത്രമായിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കേണ്ടത്. എത്രയാണോ ബ്രെഡ് എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ അളവിനനുസരിച്ച് പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് പാലാണ് ഞാൻ ഇവിടെ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തത്. പാൽ ഒഴിച്ച് കൊടുത്തെങ്ങാനും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി എടുക്കുന്നത് ബ്രെഡ് അല്ലാണ്ട് ഒരു ലൈറ്റ് കളറിൽ ഇങ്ങനെ നിൽക്കും, അതത്ര ഒരു ഭംഗി തോന്നിയില്ല കാണാനായിട്ട്. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ ബ്രെഡിനൊരു യെല്ലോ കളർ കിട്ടും. അതിനായിട്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുത്തത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ബ്രെഡിൻ്റെ റെസിപ്പിയൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിൽ പറഞ്ഞത്. ഞാനിപ്പോൾ തോനെ മധുരിമേൻ്റെ ബ്രെഡ് തന്നെയാണ് കേട്ടോ വാങ്ങാറ്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു ബ്രെഡ്, അതുകൊണ്ട് തോനെ ഇതന്നെയാണ് വാങ്ങാറ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്തെങ്ങാൻ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പ് കട്ടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിലേക്ക് ഇട്ടുങ്ങാൻ ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടത്. ഞാനിത് പൊരിക്കല്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുമ്പം ഞാൻ ബട്ടർ തേച്ച് കൊടുത്തെങ്ങാനാണ് കേട്ടോ ഇത് വാട്ടിയെടുക്കൽ. നെയ്യിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ബട്ടറിലാക്കുമ്പോഴാണ് തോന്നാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ബട്ടറിലാണ് ഇത് പൊരിച്ചെടുക്കാറുള്ളത്. അങ്ങനെ ബ്രെഡൊക്കെ ഫുള്ളായിട്ട് ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ ആർക്കും കോഫി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനും അവരെ കൂടെ കട്ടൻ തന്നെ കുടിച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇരുട് മൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അതിൻ്റെ കൂടെ ഉമ്മ പുട്ടും കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ പുട്ട് ബാക്കിയുണ്ടായിരുന്നു. അതപ്പോൾ അതും ആരെങ്കിലും കഴിക്കുമെന്ന് വിചാരിച്ച് കൊണ്ടുവച്ചു. അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.